ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ലൈക്കും ഷെയറും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. അതുകൊണ്ട് മാക്സിമം ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ ഗൈസ്. കണ്ണൊക്കെ എരിഞ്ഞിട്ട് വയ്യ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നോക്കണ്ടെങ്കിൽ ഒരു പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തിരുവോണം ദിവസമാണ്. അപ്പോൾ തിരുവോണമായിട്ട് എല്ലാവരും അടിച്ചു പൊളിച്ചിരിക്കുന്ന അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിനൊക്കെ ഒരു ഹാപ്പി ആണ് കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ എന്തായാലും നമ്മുടെ എപ്പിസോഡിലോട്ട് കിടക്കാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് പാലട പായസം കേട്ടോ. അപ്പോൾ പാലട പായസം പലരും പല വിധത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മളിത് ഇൻസ്റ്റൻറ്റ് പാലട ഒന്നുമല്ല യൂസ് ചെയ്യണത്. നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ തന്നെ പാലട ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യാൻ പോണത്. ഒരു കിടിലൻ എപ്പിസോഡായിരിക്കും ഞങ്ങളും വിചാരിക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. വാ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അടുപ്പ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഗ്ലാസ് ഒന്നും ഇടുന്നുണ്ട്, കാരണം നല്ല വെയിലാട്ടോ. അതുകൊണ്ട് ഗ്ലാസ് ഇട്ട് നമുക്ക് ചെയ്യാം ബാക്കി പണികൾ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കത്തിച്ചെടുക്കാം കേട്ടോ. തീ കത്തിക്കാം. നമ്മൾ കുറച്ച് കർപ്പൂരം വെച്ചിട്ടാട്ടോ കത്തിക്കുന്നത്, പെട്ടെന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറച്ച് ഇതുപോലെ ചിരട്ടി അതൊക്കെ വെച്ച് കത്തിച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് പിടിക്കട്ടെ കേട്ടോ. അപ്പം ആ ടൈമിൽ നമ്മൾ നമ്മുടെ ഈ ഉരുളിയിലാട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഉരുളി ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പം തന്നെ ചൂടായിട്ട് നല്ല ചൂടുണ്ട് ഉരുളി. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഉരുളി വെച്ച് കൊടുക്കാം കേട്ടോ. എന്തായാലും ഒന്ന് പിടിക്കട്ടെ. ഗൈസ്, അപ്പോൾ ഇത് അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചെറുതായി ചൂടായി വരട്ടെ. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പാല് പെട്ടെന്ന് ഒഴിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അതില്ലാണ്ടാക്കാനാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിരിക്കണം കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. അതിന് ശേഷം പാൽ ഒഴിക്കാം ഗൈസ്. അപ്പോൾ ഇത് അത്യാവശ്യം വെള്ളം ഇങ്ങനെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മുടെ പാൽ ഒഴിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ 2 ലിറ്റർ പാലാട്ടോ എടുത്തിരിക്കുന്നത്. ഇത് പാലിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. രണ്ട് ലിറ്റർ പാല് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കണക്കിലാണ് നമ്മൾ ബാക്കിയെല്ലാം എടുക്കാൻ പോണത്. നമുക്ക് പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലോണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം നമ്മൾ പാൽപ്പായസം പറയുമ്പോൾ പാലടപ്പായസം പറയുമ്പോൾ നല്ലോണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതാണ് ഇതിൻ്റെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഗൈസ്, ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇളക്കൽ നിർത്താനേ പാടില്ല. കൈ എടുക്കാതെ ഇളക്കണം എന്നാണ് പറയുക പാലട. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക നന്നായിട്ട്. നമ്മളിത് നല്ലോണം കുറുകി വരണവരെങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതിന് ശേഷം നമ്മൾ ഇതിലോട്ട് പഞ്ചസാര ചേർത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചു, അതിലോട്ട് പാലൊഴിച്ചു. ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ കുറുകി വരണം. ആ ടൈമിലാണ് നമ്മൾ പഞ്ചസാര ചേർക്കുക. അതിന് ശേഷം പിന്നെ അധികം കിടന്ന് കുറുകില്ല. കാരണം പഞ്ചസാര പിന്നെ അത് വെള്ളമായിട്ട് അങ്ങനെ ഇതായി സെറ്റ് ആയിക്കോളും. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റെങ്കിലും ഇളക്കിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾ ഈ ഒരു കപ്പിൽ ഫുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പോകും. ഇത്രയും പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നല്ലപോലെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇളക്കൽ നിർത്താനേ പാടില്ല. നമ്മൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ തന്നെയാണ് പണി. ഇളക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഒപ്പം ചെറുതായിട്ട് ഇങ്ങനെ സാധനങ്ങൾ ആഡ് ചെയ്യും. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഇളക്കിയിട്ട് ഏകദേശം നമ്മൾ ഒഴിച്ചതിൻ്റെ പകുതി വരെ ആവണം. ആ ഒരു ലെവലിൽ വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാനും ക്യാമറാമാനും മാറി മാറി ഇളക്കുന്നതായിരിക്കും. ഗൈസ്, നല്ല കഷ്ടപ്പാടാണ് കേട്ടോ. നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നത്. നല്ല വെയിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ലൈക്കും ഷെയറും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. അതുകൊണ്ട് മാക്സിമം ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ ഗൈസ്. കണ്ണൊക്കെ എരിഞ്ഞിട്ട് വയ്യ. വെയിലത്തിരുന്നിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ നല്ല ഇതൊക്കെ വരുന്നത്. കാരണം നമ്മൾ സാധാരണ സ്റ്റൗവിലല്ല ചെയ്ത് പഴക്കമുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിൻ്റേതായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മളെന്തായാലും ഒരു കിടിലൻ അട ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു കിടിലൻ പായസം തന്നെ ആവും ഇത്.
ഗൈസ് ഏകദേശം 1 മണിക്കൂറായിട്ട് കേട്ടോ നമ്മൾ ഇളക്കാൻ തുടങ്ങിയിട്ട്. വെയിലത്താണ് ഇരുന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വൈകിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ വൈകുന്നേരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ഇരുട്ടായാലോന്ന് കൊണ്ടാണ് നമ്മൾ ഉച്ചയ്ക്ക് തന്നെ തുടങ്ങിയത് ഉണ്ടാക്കൽ. അപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ട് ഇരുന്ന് ഇളക്കാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ ഈ എപ്പിസോഡ് കഴിയുമ്പോഴേക്കും എന്നെ മനസ്സിലാവുമെന്നാണ്. അങ്ങനെ ആവുന്നതുകൊണ്ട് ഗൈസ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം 2 മണിക്കൂറൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച അടയാണ് കേട്ടോ. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് വാങ്ങിച്ചൊന്നുമല്ല, നമ്മൾ ഉണ്ടാക്കിയ അടയാണ്. അപ്പോൾ ഇതെങ്ങനെ ഈ അട ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. അതേപോലെ മുകളിൽ പോപ്പപ്പ് ആവും. ഈ ലിങ്കും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കേണ്ടതെന്നുള്ള വീഡിയോ ഇട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അട ഇതിലോട്ട് തട്ടി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പകുതി ആയിട്ടുണ്ട് നമ്മൾ ഒഴിച്ചതിൻ്റെ. ആ ടൈമിലാണ് നമ്മളിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 150 ഗ്രാം അടയുണ്ടാവും. നമ്മൾ എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 2 ലിറ്റർ പാലിൽ 150 ഗ്രാം അട. ആ ഒരു ലെവലിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്കിതുപോലെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അടയുടെ കളറ് മാറുന്നതാണ്. നമ്മളിപ്പോൾ ഈ അട ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് മട്ട വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പിങ്ക് കളർ വരാൻ തുടങ്ങും കേട്ടോ ഇതിന്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കും തോറും ഈ നമ്മുടെ അടയത്തെ ആ കളറുണ്ടല്ലോ അത് ഇതിലോട്ട് ഇറങ്ങും. അപ്പോൾ നല്ല കളർ വരാൻ തുടങ്ങും. അപ്പോൾ നമുക്കിത് പതുക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മളിപ്പോൾ കുടയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യണത്. കാരണം വേറൊന്നുമല്ല, ഇവിടെ ഒടുക്കുന്ന ചൂടാണ്. അപ്പോൾ ഈ ചൂടത്ത് നിന്നിട്ട് ചെയ്ത് മതിയായിരുന്നു കൊണ്ട് നമ്മളിപ്പോൾ കുടയൊക്കെ വെച്ചിട്ടാണ് ചെയ്യണത്. നമുക്കിനി വീണ്ടും ഇതുപോലെ കുറച്ചു നേരം കൂടെ ഇങ്ങനെ ഇളക്കേണ്ടി വരും കേട്ടോ. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഏകദേശം നമ്മളൊരു 2.5 മണിക്കൂറിന് മുകളിലായിട്ടുണ്ടാവും കേട്ടോ ഇളക്കാൻ തുടങ്ങിയിട്ട് മൊത്തത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ കളറൊക്കെ ചെറുതായി ഇങ്ങനെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പിങ്കിഷ് അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് കളർ എന്നൊക്കെ പറയണ പോലെ അങ്ങനത്തെ ഒരു കളറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിന് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം കൊണ്ട് ഇളക്കിയിട്ട് ഇതിലോട്ട് കുറച്ചുകൂടെ പഞ്ചസാര ചേർത്തണം. ഇനിയിപ്പോൾ നമുക്ക് അധികം ഒന്നും ചേർത്തേണ്ട ആവശ്യമില്ല, പഞ്ചസാര മാത്രം കുറച്ചുകൂടെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അത്യാവശ്യം കൊഴുപ്പും വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ചെറിയ കൊഴുപ്പ് വന്നു. പിന്നെ ഈ അടയുടെ മുകളിലുള്ള ആ കളറാണ് ഇതിലോട്ട് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. അതാണ് കളർ ഇങ്ങനെ ചേഞ്ച് ആവാൻ കാരണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പഞ്ചസാര ചേർക്കണം. ഒരു 5 മിനിറ്റും കൂടെ നമുക്കൊന്ന് നന്നായി ഒന്ന് ഇളക്കാം. അതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റ് നമ്മൾ ഇളക്കിയിരിക്കുകയാണ്. അതിന് ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ടേസ്റ്റ് ചെയ്തു, പക്ഷേ പഞ്ചസാര ഇപ്പോൾ സെറ്റാണ്. എന്നാൽ കൂടെ കുറച്ച് നമുക്കൊന്ന് ചേർത്തി കൊടുക്കുക. കാരണം പ്രഥമം പറയുമ്പോൾ അത്യാവശ്യം പാലട എന്ന് പറയുമ്പോൾ പൊതുവേ കുറച്ച് മധുരം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ ചേർത്തി കൊടുക്കുക കേട്ടോ. അധികം ചേർത്തല്ലേ, കാരണം നല്ല മധുരം ഉണ്ട് ഇപ്പോൾ തന്നെ. ഇതുകൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് എടുക്കാം. എന്തായാലും ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് ഇരുന്നൊന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. നമുക്കിതുപോലെ ഒരു 10 മിനിറ്റ് കൂടെ ഇളക്കിയാൽ മതി. നമ്മുടെ കാത്തിരിപ്പിന് ഇതായി കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു, അത്യാവശ്യം കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. എന്നാൽ കൂടെ നമുക്ക് വേറെ ആരെക്കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കണമല്ലോ. നമുക്ക് എന്തായാലും ആദ്യം ഇത് കുറച്ചേരം കൂടെ ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ 3 മണിക്കൂറിൻ്റെ പരിശ്രമമാണ് കേട്ടോ അവസാനം സക്സസ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി പായസമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ പാലട പായസം റെഡി ആയിരിക്കുകയാണ് കണ്ടോ. നല്ല കളർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അടയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പം ഇനിയിപ്പോൾ എന്തായാലും നമുക്കിത് തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കാറായി. നമ്മൾ അടുപ്പിൽ നിന്ന് ഇത് മാറ്റാൻ പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തുണി എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം. നമുക്ക് തൽക്കാലം ഇവിടേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. എന്തെങ്കിലും വെച്ച് അടച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ വിളിക്കണമല്ലോ. നമുക്ക് അതുവരെ ഒന്ന് ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിനി ടേസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അട ഒരു ഗ്ലാസ്സിലോട്ടോ എന്തിലോട്ടെങ്കിലും മാറ്റാം. എന്നിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ടേസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ തന്നെ അല്ല ഇന്ന് ടേസ്റ്റ് ചെയ്യണത്, വേറെ കുറച്ച് പേരൊക്കെ കൊടുക്കാൻ പോകണം. അത് ആരാണെന്നുള്ളത് കാണിച്ചു തരാം. നമുക്കൊരു 3 ഗ്ലാസ്സിൽ നമ്മളിപ്പോൾ നിറയ്ക്കുന്നുണ്ട് കേട്ടോ. 3 ഗ്ലാസ്സിൽ നമ്മൾ കൊടുക്കാൻ പോണത്. 3 ഗ്ലാസ്സിൽ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കൊടുക്കാം കേട്ടോ. ആർക്കാണെന്നുള്ളത് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പോകും കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾക്ക് അമ്മമാരാണ് ഉണ്ടാക്കി തരിക. അപ്പോൾ നമ്മൾ ഇന്ന് ഇത് ഉണ്ടാക്കിയിട്ട് നമ്മുടെ അമ്മമാർക്കാണ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് അമ്മമാരുടെ അടുത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സിൻസിയറായിട്ടുള്ള അഭിപ്രായം പറയൂ. നന്നായിട്ടുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ അമ്മമാരുടെ അഭിപ്രായം എന്ന് പറയുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ. അത്രയൊക്കെ
ശരി. അപ്പൊ അവരുണ്ടാക്കുന്നതിനേക്കാളും നന്നായിട്ട് എന്നാണ് പറയണത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറയുന്നത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ എല്ലാവരും തിരുവോണം അടിപൊളിയാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കിട്ടില്ലെങ്കിലും വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ടാറ്റാ.